കണ്ടോ, ഇത്ര കാമായ പ്ലേസിൽ ഫാമിലിയായി സ്റ്റേ ചെയ്യാനും വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയ ഗ്യാദറിംഗ്സ് നടത്താനും പറ്റിയ ഒരു കിടിലൻ സ്പേസ് നോക്കുകയാണോ? അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായി ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്തോളൂ. പുതിയ തലമുറയ്ക്ക് അത്ര പരിചയമില്ലാത്ത ഓണപ്പാട്ടിന്റെ ഈരടികൾ മൂളി ഒരു വാർഡ് മെമ്പറും സംഘവും ഓണപ്പുടവകളുമായി വീടുകളിലേക്ക് എത്തിയ ഒരു അപൂർവ കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിച്ച പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത്. മുതിർന്ന പൗരന്മാർക്ക് ഓണക്കോടിയുമായി എത്തുന്ന വാർഡ് മെമ്പർ മുസ്തഫയെയും സംഘത്തെയും വരവേൽക്കാൻ മനോഹരമായ പൂക്കളവുമിട്ട് മധുരവും വിളമ്പി വെച്ച് കാത്തിരുന്ന വീട്ടുകാർ. അങ്ങനെ ഈ ജനകീയ പൂക്കളം ഒരു മത്സരവും ഉത്സവവുമായി മാറി. പൂക്കളമില്ലാതെ എന്തോണം? പൂക്കളുടെ ഉത്സവം കൂടിയായ ഓണത്തിന് പൂക്കളമൊരുക്കി സമ്മാനം നേടാൻ കാത്തിരിക്കുന്ന ഒരു ജനവിഭാഗവും അവർക്കായി സമ്മാനങ്ങളും മുതിർന്ന പൗരന്മാർക്കായി ഓണക്കോടിയുമായി എത്തിയ വാർഡ് മെമ്പറുമുണ്ട് പാഞ്ഞാളിൽ. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് മെമ്പർ മുസ്തഫയാണ് വാർഡിലെ മുതിർന്ന പൗരന്മാർക്കുള്ള ഓണപ്പുടവയും പൂക്കള മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളുമായി വീടുകളിൽ എത്തിയത്. ഗ്രാമശബ്ദം വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഓണപ്പുലരി എന്ന പേരിൽ നടന്ന പൂക്കള മത്സരത്തിൽ ആവേശത്തോടു കൂടിയാണ് ഓരോ വീട്ടുകാരും പങ്കെടുത്തത്. വാർഡ് 2 ഉൾപ്പെട്ട എല്ലാവരും ഒരു വീട്ടിൽ നിന്നും ഒരാളെന്ന നിലയിൽ സ്വന്തം വീട്ടുമുറ്റത്ത് പൂക്കളമിട്ട് ഈ ജനകീയ മത്സരത്തിൽ പങ്കാളികളായി. പൂരാടം, ഉത്രാടം, തിരുവോണം ദിനങ്ങളിൽ ഓരോരുത്തരും തയ്യാറാക്കിയ പൂക്കളങ്ങളുടെ ചിത്രങ്ങൾ ഗ്രാമശബ്ദം വാട്സപ്പ് ഗ്രൂപ്പിൽ അയച്ചു നൽകി. ഈ പൂക്കളത്തെ വാർഡ് പരിധിക്ക് പുറത്തുള്ള 4-അംഗ പാനൽ വിലയിരുത്തി അതത് ദിവസം തന്നെ വിജയികളെ പ്രഖ്യാപിക്കുകയും സമ്മാനങ്ങൾ നേരിട്ട് വീടുകളിലെത്തി വിതരണം ചെയ്യുകയും ചെയ്തു. പൂരാടദിന പൂക്കള മത്സരത്തിൽ കിഴക്കേതിൽ അനിൽകുമാറിന്റെ മകനും വിദ്യാർത്ഥിയുമായ ആശിഷ് കുമാർ 1ാം സ്ഥാനത്തിനും പഞ്ചായത്ത് CDS മെമ്പർ ബേബി ഗീത 2ാം സ്ഥാനത്തിനും ഹരിതകർമ്മസേന അംഗം രജിത മനോജ് 3ാം സ്ഥാനത്തിനും അർഹരായി. ഓരോ ദിനവും തങ്ങളുടെ പോരായ്മകൾ തിരിച്ചറിഞ്ഞ് അവ തിരുത്തിക്കൊണ്ട് ആവേശകരമായി തന്നെ ഓരോ വീട്ടുകാരും പൂക്കള മത്സരത്തിൽ പങ്കെടുത്തു. ഉത്രാടദിന പൂക്കള മത്സരത്തിൽ നെടുങ്ങാട്ടുപടി ഷീജ നാരായണൻകുട്ടി 1ാം സ്ഥാനവും മനപ്പടി ലീല 2ാം സ്ഥാനവും കടീക്കൽപ്പടി സുജിനി രാഘവൻ 3ാം സ്ഥാനവും നേടി. വാഴാനി ഫോറസ്റ്റ് സ്റ്റേഷൻ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ P. വിനോദ്, തൃശൂർ സുവോളജിക്കൽ പാർക്ക് നാച്ചുറലിസ്റ്റ് ഹരിപ്രസാദ്, തൊഴുപ്പാടം GLP സ്കൂളിലെ അധ്യാപിക ചിത്ര പ്രഭാകർ, ചെറുതുരുത്തി GLP സ്കൂളിലെ അധ്യാപിക MS സൂര്യ എന്നിവരടങ്ങുന്നതായിരുന്നു ജഡ്ജ്മെന്റ് പാനൽ. കേരളത്തിന്റെ അഥവാ കേരളീയരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിലൊന്നാണ് ഓണം, തിരുവോണം ആഘോഷിക്കുന്നത്. അത് ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരും വളരെ സൗഹാർദ്ദത്തോടു കൂടി ആഘോഷിക്കുന്ന ഒന്നാണ്. പണ്ട് മുതലേ കേരളത്തിൽ അത് ചെയ്തു വരുന്നു. മഹാബലിയായിട്ട് ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്, വാമനൻ്റെയും. അതിലൊക്കെ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഓണം ആഘോഷിക്കുക എന്നുള്ളത് കാലങ്ങളായിട്ട് കേരളത്തിൽ എല്ലാ സ്ഥലത്തുമുള്ള. പക്ഷെ അതിൽ വള്ളുവനാടിൻ്റെ ഒരു പ്രത്യേകത, വള്ളുവനാടിൻ്റെ മാത്രമായിട്ട് കുറേ കാര്യങ്ങളും കൂടി ഉണ്ടായിരുന്നു മുൻകാലങ്ങളിൽ. ഇപ്പോൾ അത് വളരെ ശോഷിച്ചു. പൂക്കളം കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഇടുന്നതാണ്. ഇപ്പോൾ ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഞങ്ങളുടെ വീടുകളിൽ കർക്കിടകത്തിൽ തിരുവോണം മുതൽ പൂക്കളം ഇടും. അത്തം മുതൽ മാദേവരെ വയ്ക്കും. അതിന് കണക്കുണ്ട് ഇന്നത് എന്നുള്ള രീതിയിൽ അത് വിസ്തരിച്ച് വെക്കാറുണ്ട്. ഇവിടെയൊക്കെ പതിവുള്ളതാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ അതില്ല. പക്ഷേ ഇപ്പോൾ കച്ചവട താല്പര്യത്തിനനുസൃതമായി ഓണാഘോഷം എന്ന് എനിക്കൊരു പരിഭവമുണ്ട്. അധികവും അങ്ങനെയാണ്. ഈ പൂക്കളമാണല്ലോ നമ്മുടെ വിഷയം. ഈ പൂക്കളം ഇടുക എന്നുള്ളത് തന്നെ പലരും കുറവാണ്. ഉണ്ടെങ്കിൽ തന്നെ വാങ്ങിക്കൊണ്ടുവന്ന് പൂക്കൾ ഉപയോഗിച്ചിട്ടുള്ള ഇത്, അഥവാ പൂക്കള മത്സരം എന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്ത് ആ മത്സരത്തിന് വേണ്ടിയിട്ട് പൂക്കളം പൊതുവായിട്ട് വീടുകളിൽ ഇടുന്നവരും ധാരാളമുണ്ട്. പക്ഷെ അവരെ ആ ട്രഡീഷണൽ രീതിയിൽ, പാരമ്പര്യ രീതിയിൽ പൂക്കളം ഇടുന്നവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു മത്സരം എന്നുള്ളത് എന്നെ സംബന്ധിച്ച്, ഞാൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലയായിട്ടും ബന്ധമുള്ള ആളാണ്, കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു കാര്യമാണ്. അത് അഭിനന്ദനാർഹമാണ്. പ്രത്യേകിച്ച് മുസ്തഫയുടെ കാര്യം എടുത്തു പറയാതിരിക്കാൻ നോർത്തില്ല. ഇന്നേ വരെ ഒരാളും ചിന്തിക്കാത്ത രീതിയിലാണ് ഒരു വാർഡിൻ്റെ മെമ്പർ എന്നുള്ള നിലയിൽ
ഇങ്ങനെ വളരെ ഭംഗിയായിട്ട് എനിക്ക് ഇന്നലെ ഇവിടെ അതിൻ്റെ സാന്നിധ്യം സാധിച്ചില്ല, വേറൊരു യാത്രയുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതിൻ്റെ ആ പൂക്കളം രാവിലെ ഇടുന്നത് മുഴുവൻ, ഈ പോസ്റ്റ് ചെയ്യുന്നത് മുഴുവൻ കണ്ടിരുന്നു. ശ്രദ്ധയോടുകൂടി നോക്കി. ഞാൻ 1, 2, 3 എന്ന് നിശ്ചയിച്ചത് തന്നെയാണ് പ്രൈസിലും വന്നത് എന്നുള്ളത് വളരെ കൗതുകകരമായിട്ടും തോന്നും. ഏതായാലും ഇന്ന് നടന്നിട്ടുണ്ട്, നാളെ ഉണ്ട്. തുടർന്നും ഇതേപോലെയുള്ള പരിപാടി എനിക്ക് തോന്നുന്നു കുറേയും കൂടെ പൂക്കളം അല്ലാതെ തന്നെ ഗ്രാമീണമായിട്ടുള്ള മുമ്പുണ്ടായിരുന്ന ചില കലാരൂപങ്ങൾ കൂടിയുണ്ട്. ഈ കൂട്ടുകൂടിയാട്ടം എന്നൊക്കെ തുടങ്ങി അതൊക്കെ ശാസ്ത്രീയ കലകൾ, അതല്ലാതെ നാടൻ സമ്പ്രദായത്തിലുള്ള അതുകൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് കുറെ കൂടെ വിപുലമാക്കാൻ സാധിക്കും ഞങ്ങളുടെ വാർഡ് മെമ്പർക്ക് എന്ന് എനിക്ക് ബോധ്യമുണ്ട്. അതിന് സഹകരിക്കുന്ന രീതിയിൽ പഞ്ചായത്തും കൂടെ സഹകരിക്കുകയാണെങ്കിൽ, പ്രസിഡന്റും ഒക്കെ എല്ലാവരും സഹൃദയരായത് കാരണം സാധിക്കും തോന്നുന്നു. ഈ പുതിയ മന്ത്രിസഭ വന്നതിന് ശേഷം ആദ്യത്തെ പ്രഖ്യാപനം വയോജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെ മാറ്റി നിർത്തുകയാണ് സാധാരണ പതിവ്. എത്രയോ ആയിരം കണക്കിന് ആൾക്കാരെ വീട്ടിൽ നിന്ന് പുറന്തള്ളിയെന്ന് പറയുമ്പോൾ അവരെ ആദരിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ കൂട്ടത്തിൽ തന്നെ ചേർത്ത് നിർത്തുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അവരെ ആദരിക്കുക മാത്രം പോരാ, അവരെ എല്ലാ അർത്ഥത്തിലും അവരെ ചേർത്ത് നിർത്തുന്ന മറ്റു കാര്യങ്ങളും കൂടി ചെയ്യണമെന്നുണ്ട്. അഭിനന്ദനാർഹമായ കാര്യം തന്നെയാണ്. പുതിയ തലമുറയുടെ ഓണാഘോഷങ്ങളിൽ നിന്നും വ്യത്യസ്തവും മാതൃകാപരവുമായിരുന്നു ഈ ജനകീയവും ആവേശകരവുമായ ഓണാഘോഷം. റൈറ്റ് വിഷൻ ന്യൂസ്, പാഞ്ഞാൾ. കണ്ടോ, ഇത്ര കാമായ പ്ലേസിൽ ഫാമിലി ആയി സ്റ്റേ ചെയ്യാനും വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയ ഗാദറിംഗ്സ് നടത്താനും പറ്റിയ ഒരു കിടിലൻ സ്പേസ് നോക്കുകയാണോ? ഒപ്പം യോഗ, ജിം, കിഡ്സ് പ്ലേ ഏരിയ, സ്വിമ്മിംഗ് പൂൾ തുടങ്ങിയ സൗകര്യങ്ങളും. ജംഗിളാർക്ക് ഹോം സ്റ്റേ, ദേശമംഗലം. ഫോൺ 9037021268.